സി യു അറ്റ് വർക്ക് ടുമോറോ എന്ന ഡ്രാമയുടെ 4ാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ഗായൂളിന്റെ കോൺസെർട്ടിന് തൊട്ടു പിന്നാലെ ജിയോണും ഗായൂളും തമ്മിലുള്ള സംഭാഷണത്തോടെയാണ്. ഗായൂൾ ജിയോണിനോട് തനിക്ക് വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹമെന്ന് പറയുന്നു. ഉടൻ തന്നെ ഒരു മ്യൂസിക് ലേബലുമായി കരാർ ഒപ്പിടുമെന്നും അതിലൂടെ നല്ല വരുമാനം ലഭിച്ച് ജിയോൺ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന പോലെ ഒരു മുറ്റമുള്ള വീട് വാങ്ങാമെന്നും അവൻ പറയുന്നു. അതിന് ജിയോൺ മറുപടി പറയുന്നത് തന്റെ ജീവിതത്തിന് ഒത്തുപോകാൻ വേണ്ടി ഗായൂൾ സ്വയം മാറേണ്ട ആവശ്യമില്ലെന്നാണ്. ഒടുവിൽ ഇരുവരും അവസാനമായി പരസ്പരം വേർപിരിയുകയാണ്. രാത്രി ഒന്നാകി കരഞ്ഞതിനാൽ അടുത്ത ദിവസം ജിയോൺ വീർത്ത കണ്ണുകളുമായാണ് ഓഫീസിലെത്തുന്നത്. അവിടെ എത്തിയപ്പോൾ കഴിഞ്ഞ വീക്കെൻഡിനെ കുറിച്ച് സീവു ചോദിച്ചതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ടായിരുന്നുവെന്ന് അവൾ മനസ്സിലാക്കുന്നു. അത് ഒരു മാർക്കറ്റിംഗ് ഇവന്റിനു വേണ്ടിയായിരുന്നു. മാർക്കറ്റിംഗ് വിഭാഗം ഒരു ഹൈബോൾ ബ്രാൻഡുമായി ചേർന്ന് ബേസ്ബോൾ സ്റ്റേഡിയത്തിൽ സ്ഫിയർ ഐസ് റെഫ്രിജറേറ്ററിന്റെ പ്രമോഷൻ നടത്താനിരിക്കുകയാണ്. മാർക്കറ്റിംഗ് ടീമിലെ നാരി ഈ പരിപാടിയെക്കുറിച്ച് ജിയോണിനോട് വിശദമായി പറയുന്നു. അതേസമയം നാരിയും നോവായും സീവുവിനെ വിമർശിക്കാൻ തുടങ്ങുന്നു. പക്ഷേ ജിയോൺ അവനെ പിന്തുണയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കണ്ട ഇരുവരും ജിയോണും സീവുവും പ്രണയത്തിലാണോ എന്ന് സംശയിച്ച് അവളോടത് ചോദിക്കുന്നു. അത് കേട്ട് ജിയോൺ ഉടൻ തന്നെ അത് നിഷേധിക്കുകയും സീവുവിനെ വിമർശിച്ച് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അവൻ ശരിക്കും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ കഷ്ടകാലം എന്ന് പറയട്ടെ, അത് മുഴുവൻ സീവു കേൾക്കുകയാണ്. എല്ലാവരും ജോലിയിൽ തിരക്കിലിരിക്കുമ്പോൾ മാനേജർക്കോ സീവുവിനരികിലെത്തി വരാനിരിക്കുന്ന പ്രൊഡക്റ്റ് പ്രൊമോഷനെ കുറിച്ച് സംസാരിക്കുന്നു. സീവു ഈ പ്രൊജക്റ്റിൽ ഇപ്പോഴാണ് ജോലി ചെയ്യാൻ തുടങ്ങിയത് എന്നതിനാൽ പ്രൊമോഷൻ താനായിരിക്കും നടത്തുക എന്നാണ് മാനേജർ കോയുടെ ധാരണ. എന്നാൽ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് സീവു ആ വലിയ ഉത്തരവാദിത്വം സീനിയർ അസോസിയേറ്റായ ജിയോണിനെ ഏൽപ്പിക്കുന്നു. മറ്റൊരിടത്ത് നോവ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ പോകുന്നു. അവിടെ ബീച്ചിൽ വെച്ച് തനിക്ക് ക്യാപ്പ് കൊടുത്ത അതേ യുവാവിനെ അവൾ വീണ്ടും കാണുകയാണ്. അയാൾ ആ ക്ലാസിന്റെ ടീച്ചിങ് അസിസ്റ്റന്റ് ആണെന്ന് അവൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമാണെന്ന് പറഞ്ഞ് അവൻ നോവയോട് ഫോൺ നമ്പർ ചോദിക്കുന്നു. അങ്ങനെ വീക്കെൻഡ് എത്തുന്നു. ജിയോൺ ബേസ്ബോൾ സ്റ്റേഡിയത്തിലേക്ക് പോകുന്നു. അവിടെ സീവു ഒരു മരത്തിൽ കുടുങ്ങിക്കിടന്ന പന്ത് കുറച്ചു കുട്ടികൾക്ക് എടുത്തു കൊടുക്കുന്നത് അവൾ കാണുന്നുണ്ട്. ശേഷം ഇരുവരും നാരിയോടൊപ്പം സെയിം കമ്പനിയുടെ സ്റ്റാളിലേക്ക് പോവുകയാണ്. അവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് വിശദീകരിക്കുന്ന പരിശീലനം ജിയോണിന് ലഭിക്കുന്നു. ജോലി കഴിഞ്ഞ ശേഷം ജിയോണും സീവുവും ബേസ്ബോൾ മത്സരം കാണാൻ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പോകുന്നുണ്ട്. കളിക്കിടെ ഒരു പന്ത് ഉയരത്തിൽ പറന്ന് നേരെ ജിയോണിന്റെ ദിശയിലേക്ക് വരുന്നു. അവൾ ഭയന്ന് അനങ്ങാതെ നിൽക്കുന്നുണ്ടെങ്കിലും സീവു തന്റെ കൈകൊണ്ട് ആ പന്ത് പിടിച്ച് അവളെ രക്ഷിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് ഒരു രസകരമായ കാര്യം നടക്കുന്നു. സ്റ്റേഡിയത്തിലെ കിസ് ക്യാം ജിയോണിനെയും സീവുവിനെയും സ്ക്രീനിൽ കാണിക്കുന്നു. അത് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്ത സീവു ജിയോണിനെ ചുംബിക്കുന്നതിന് പകരം അടുത്ത് നിൽക്കുന്ന മസ്കോട്ടിനെ ചുംബിക്കുകയാണ്. ഇതെല്ലാം ടെലിവിഷനിൽ കണ്ടുകൊണ്ടിരുന്ന ജിയോണിന്റെ അമ്മ നാമും സഹോദരൻ ജോൺസുവും അത്ഭുതപ്പെടുകയാണ്. മത്സരം കഴിഞ്ഞ ശേഷം ജിയോണും സീവുവും ഓരോരുത്തരും അവരവരുടെ വഴിക്ക് പോകുന്നു. വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ സീവു ഗായൂളിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവൻ ഗായൂളിന്റെ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങുന്നു. പക്ഷേ താൻ എന്തിനാണ് ഇതെല്ലാം കേൾക്കുന്നതെന്ന് അവന് തന്നെ മനസ്സിലാകുന്നില്ല. അന്ന് രാത്രി ജിയോൺ വീട്ടിലെത്തി കുടുംബത്തോടൊപ്പം രാത്രി ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അവളുടെ അമ്മയായ നാം ജിയോണിനെ ഒരു മാട്രിമോണിയൽ മാച്ച് മേക്കിംഗ് ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. മകൾ എത്രയും വേഗം വിവാഹം കഴിക്കണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. സംസാരത്തിനിടെ ഭർത്താവിന്റെ കൂടെ ഞാൻ സന്തോഷവതിയല്ലെന്നും ഇങ്ങനെ തന്നെയാണെങ്കിൽ വിവാഹ മോചനം നേടുമെന്നും അമ്മയായ നാം തുറന്നു പറയുന്നു. അതിനു പിന്നാലെ ജിയോണിനോട് വീണ്ടും വീണ്ടും വിവാഹത്തെക്കുറിച്ച് സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങുകയാണ് അവർ. അത് സഹിക്കാനാവാതെ ജിയോൺ ദേഷ്യത്തോടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. അതേസമയം സീവു തന്റെ സുഹൃത്തായ സങ്മീനിന്റെ ബാറിൽ പോയി ഒരു ഡ്രിങ്ക്സ് കഴിക്കുകയാണ്. നിനക്ക് ജിയോണിനോട് പ്രണയമാണോ എന്ന് സങ്മീൻ അവനോട് നേരിട്ട് ചോദിക്കുന്നു. പക്ഷേ സീവു അതിന് യാതൊരു മറുപടിയും പറയുന്നില്ല. അടുത്ത ദിവസം ജിയോണിന്റെ പഴയ വോക്ക് മേക്കർ പെട്ടെന്ന് പ്രവർത്തിക്കാതെയാകുന്നു. അത് നന്നാക്കാനായി അവൾ യോങ് മുക്കിന്റെ റിപ്പയർ ഷോപ്പിലേക്കാണ് പോകുന്നത്. അപ്പോഴാണ് യോങ് മുക്ക് ജിയോണിന്റെ അച്ഛനാണെന്ന് വെളിപ്പെടുന്നത്. ജിയോൺ അച്ഛനോട് അമ്മയായ നാമിനെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. അപ്പോൾ യോങ് മുക്ക് പേര് പറയാതെ തന്നെ തന്റെ സ്ഥിരം കസ്റ്റമറിൽ ഒരാളെ കുറിച്ച് അവളോട് സംസാരിക്കുകയാണ്. കുട്ടിക്കാലം മുതൽ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നന്നാക്കാനും അഴിച്ചുപണിയാനും ഇഷ്ടമുള്ള ഒരു യുവാവ് ഇടയ്ക്കിടെ തന്റെ കടയിൽ വരാറുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ആ യുവാവ് മറ്റാരുമല്ല സീവു തന്നെയാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഒരിക്കൽ സീവു വന്ന് താൻ ഇഷ്ടപ്പെടുന്ന ഒരു ആളാൽ നിരസിക്കപ്പെട്ടു എന്ന് പറഞ്ഞത്? എന്തായാലും ജിയോൺ പോയതിനു പിന്നാലെ തന്നെ സീവു കടയിലേക്ക് എത്തുന്നു. അവിടെ ഇരിക്കുന്ന ജിയോണിന്റെ വോക്ക്മാൻ തനിക്ക് നന്നാക്കാൻ തരാമോ എന്നവൻ ചോദിക്കുന്നത് കാണാം.
അടുത്ത ദിവസം രാവിലെ ജോലിക്ക് പോകുന്ന ട്രെയിനിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ജിയോൺ സിവുവിനെ കുറിച്ച് ഒരു സ്വപ്നം കാണുന്നു. ഓഫീസിലെത്തിയപ്പോൾ ബേസ്ബോൾ മത്സരത്തിലെ കിസ് ക്യാം വീഡിയോ കമ്പനിയുടെ ഓൺലൈൻ ഫോറത്തിൽ വൈറലായിരിക്കുകയാണ്. നാരി അവർ രണ്ടുപേരും ജോലി സംബന്ധമായ കാരണത്താലാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതുകൊണ്ട് ജീവനക്കാർ സിവുവിനെ കുറിച്ച് കൂടുതൽ മോശമായി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ജിയോൺ അതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ചില ജീവനക്കാർ ജിയോണും സിവോവിന്റെ മറ്റൊരു ഇരയാകുമോ എന്ന് പോലും സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം വരാനിരിക്കുന്ന പ്രസന്റേഷനു വേണ്ടി സിവോ ജിയോണിനെ പരിശീലിപ്പിക്കുന്നത് കാണാം. അവരെ ഒരുമിച്ച് കാണുന്നവർ വീണ്ടും വീണ്ടും അവരെക്കുറിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഒരു സമയം സിവുവും ജിയോണും സൂജിനും മാനേജർ കോയുടെയും ഒപ്പം ലിഫ്റ്റിൽ കയറുന്നുണ്ട്. അവിടെ മാനേജർ കോ യങ് ഹുൻ എന്ന സിവുവിന്റെ മുൻ ജൂനിയറിനെ കുറിച്ച് സംസാരിക്കുകയാണ്. സിവുവിന്റെ കീഴിൽ ജോലി ചെയ്തതിന്റെ സമ്മർദ്ദം കാരണം യങ് ഹുൻ പിന്നീട് സൈക്കോളജിക്കൽ തെറാപ്പി വരെ ചെയ്യേണ്ടി വന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. കാര്യം മനസ്സിലായില്ലേ? സിവുവിന്റെ കൂടെ നടന്നാൽ ജിയോണിന്റെയും അവസ്ഥ ഇങ്ങനെയായിരിക്കുമെന്ന് കുത്തി പറയുന്നത് പോലെയുണ്ടല്ലേ. മറ്റൊരിടത്ത് നോവാക്കി അവളുടെ ക്ലാസ്സിലെ ടീച്ചിങ് അസിസ്റ്റന്റിൽ നിന്ന് ഫോൺ വരുന്നു. അവന്റെ പേര് ലീ ജെ ഇൻ എന്നാണ്. നമുക്ക് അവനെ ലീ എന്ന് വിളിക്കാമല്ലേ. ബീച്ചിൽ തന്ന ക്യാപ്പ് തിരികെ നൽകാൻ അവൻ നോവയോട് പറയുന്നു. നോവ അവൻ ജോലി ചെയ്യുന്ന ക്ലബിൽ എത്തുന്നുണ്ട്. അവിടെ അവൻ ഒരു DJ ആണെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത്. ക്യാപ്പ് തിരികെ വാങ്ങാനുള്ള കാരണമല്ല, അവളെ വീണ്ടും കാണാനായിരുന്നു ഇതെല്ലാം എന്ന് നോവയ്ക്ക് മനസ്സിലാകുന്നു. അവൾ ഉടൻ തന്നെ അവന് ഒരു റിയാലിറ്റി ചെക്ക് കൊടുക്കുന്നു. എനിക്ക് 29 വയസ്സാണ്, നിനക്ക് 23 വയസ്സേ ആയിട്ടുള്ളൂ. നമ്മുടെ പ്രായ വ്യത്യാസം നോക്കിയാൽ ഇതെന്തായാലും ശരിയാകില്ല എന്ന് അവൾ പറയുന്നു. എന്നാൽ അതിനു പകരം ലീ പറയുന്നത് അവൾ ബ്രേക്കപ്പ് ആയ ദിവസം റെസ്റ്റോറന്റിൽ താനും ഉണ്ടായിരുന്നു എന്നാണ്. ഗുവോണിനോട് പ്രതികാരം ചെയ്യാൻ അവൻ നോവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും നോവയ്ക്ക് ഒരു ഫോൺ വരുന്നു. ഗുവോൺ എല്ലാവരോടും നോവ തന്നെയാണ് തന്നെ പിന്തുടരുന്നതും വീണ്ടും ഒന്നിക്കണമെന്ന് യാചിക്കുന്നതും എന്ന് പറഞ്ഞു നടക്കുന്നതായി അവൾ ആ ഫോണിലൂടെ മനസ്സിലാക്കുന്നു. അത് കേട്ട് ദേഷ്യം തോന്നിയ നോവ ലീയുടെ പ്രതികാര പദ്ധതിയിൽ താനും പങ്കാളിയാകാമെന്ന് സമ്മതിക്കുകയാണ്. ഇതിനിടെ ഓഫീസിൽ ജിയോണിന്റെ ആരോഗ്യനില ശരിയല്ലെന്ന് സിവു ശ്രദ്ധിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ജിയോൺ തളർന്നു വീഴാൻ പോകുമ്പോൾ ഒട്ടും വൈകാതെ സിവു അവളെ കൈകളിലെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. തനിക്ക് ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമില്ലെന്നും ഇത് പീരിയഡ്സ് സമയത്തെ കടുത്ത വയറുവേദന മാത്രമാണെന്നും ജിയോൺ അവനോട് തുറന്നു പറയുന്നു. കുറച്ചുനേരം ഉറങ്ങിയ ശേഷം ജിയോൺ കണ്ണു തുറക്കുന്നു. അവളുടെ മുന്നിൽ ഗായുൾ നിൽക്കുന്നതായി അവൾക്ക് തോന്നുന്നുണ്ട്. താൻ കൊണ്ടുവന്ന ഭക്ഷണം ആദ്യം കഴിച്ചിട്ട് മരുന്ന് കഴിക്കണമെന്ന് അവൻ അവളോട് പറയുന്നു. അതിനുശേഷം അവൻ ജിയോണിന്റെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് വീണ്ടും പനി പരിശോധിക്കുകയാണ്. അപ്പോഴാണ് ജിയോണിന് ഒരു കാര്യം മനസ്സിലാകുന്നത്. തന്റെ മുന്നിലുള്ളത് ഗായുളല്ല സിവു ആണെന്ന് അവൾ തിരിച്ചറിയുന്നു. എന്നാൽ പനിയുടെ ക്ഷീണത്തിൽ അവൾ വീണ്ടും ഉറക്കത്തിലേക്ക് വീഴുകയാണ്. അടുത്ത ദിവസം രാവിലെ പ്രൊഡക്റ്റ് പ്രസന്റേഷൻ നടക്കാനിരിക്കുകയാണ്. ജിയോൺ എത്തിയിട്ടില്ലാത്തതിനാൽ സിവു തന്നെ പ്രസന്റേഷൻ അവതരിപ്പിക്കാൻ തയ്യാറാകുന്നു. എന്നാൽ അവസാന നിമിഷത്തിൽ ജിയോൺ അവിടെ എത്തിച്ചേരുകയാണ്. അവൾ ആത്മവിശ്വാസത്തോടെ പ്രസന്റേഷൻ ആരംഭിക്കുന്നു. എല്ലാം വളരെ നന്നായി മുന്നോട്ട് പോകുമ്പോഴാണ് മൈക്കിൽ നിന്ന് പെട്ടെന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത്. ആ ശബ്ദം ജിയോണിന്റെ ശ്രദ്ധ തെറ്റിക്കുകയും അവൾ അല്പനേരം പതറിപ്പോവുകയും ചെയ്യുന്നു. അപ്പോൾ സിവു തന്റെ കൈ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് പതുക്കെ ശ്വാസം പുറത്തുവിടുന്ന ഒരു സിഗ്നൽ അവളോട് കാണിക്കുന്നു. അത് കണ്ടതോടെ ജിയോണിന് മുൻപ് സിവു പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരികയാണ്. നിനക്കെല്ലാം അറിയാം, അതിനാൽ ഭയപ്പെടാതെ ഒരു ദീർഘശ്വാസം എടുക്കൂ എന്ന്. ആ ഓർമ്മ അവൾക്ക് വീണ്ടും ആത്മവിശ്വാസം നൽകുന്നു. ജിയോൺ ഒരു ദീർഘശ്വാസം എടുത്ത് അതിനുശേഷം അവൾ പ്രസന്റേഷൻ വിജയകരമായി പൂർത്തിയാക്കുകയാണ്. പ്രസന്റേഷൻ കഴിഞ്ഞ ശേഷം പ്രസിഡന്റ് ഹാൻ ജിയോണിനെയും സിവുവിനെയും ഡിന്നറിന് ക്ഷണിക്കുന്നു. എന്നാൽ സിവു തങ്ങൾക്ക് നേരത്തെ തന്നെ മറ്റൊരു പരിപാടിയുണ്ടെന്ന് പറഞ്ഞ് ആ ക്ഷണം വിനയപൂർവ്വം നിരസിക്കുകയാണ്. പകരം അവൻ ജിയോണിനെ ടീമിന്റെ ഡിന്നറിന് കൊണ്ടുപോകുന്നു. അപ്പോൾ ജിയോണിനെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു അല്ലേ സിവു നേരത്തെ പ്രസിഡന്റുമായുള്ള ഡിന്നർ ഒഴിവാക്കിയത്? ഡിന്നറിനിടയിൽ ജിയോൺ ഒരു രസകരമായ കാര്യം ശ്രദ്ധിക്കുന്നു. സിവുവിന് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ചിരിക്കാതെ നെറ്റി ചുളിക്കുന്ന ഒരു ശീലമുണ്ട്. അത് കണ്ട് ജിയോൺ അതിന് തമാശയായി ഫ്രോൺ ഓഫ് അപ്രൂവൽ എന്ന പേര് നൽകുന്നു. വീട്ടിലെത്തിയ ശേഷം ബേസ്ബോൾ മത്സരത്തിൽ സിവു പിടിച്ചുകൊടുത്ത പന്ത് അവൾ നോക്കി ആ പന്തിൽ അവൾ VRA ടീം എന്ന് എഴുതി വെക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ കമ്പനിയുടെ ഓൺലൈൻ ഫോറം വീണ്ടും ചർച്ചകളാൽ നിറയുകയാണ്. ഈ തവണ ഒരു പുതിയ പോസ്റ്റാണ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. അത് ലീ യങ് ഹുൻ എന്ന ജീവനക്കാരൻ്റെതായിരുന്നു.
മനസ്സിലായില്ലേ, അന്ന് ലിഫ്റ്റിൽ വെച്ച് മാനേജർ കോ പറഞ്ഞ ആ സിവോവിന്റെ അസിസ്റ്റന്റ്? കഴിഞ്ഞ 2 വർഷമായി മെഡിക്കൽ ലീവിലായിരുന്ന അദ്ദേഹം ആദ്യമായാണ് തുറന്ന് സംസാരിക്കുന്നത്. ജോലി ചെയ്തിരുന്ന സമയത്ത് തനിക്ക് കടുത്ത പാനിക് അറ്റാക്കുകൾ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ എല്ലാവരും കരുതിയതുപോലെ സീവു തന്നെയല്ല തന്റെ പ്രശ്നങ്ങളുടെ കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മറിച്ച് ജോലിയേക്കാൾ ആരോഗ്യം പ്രധാനമാണ്, കുറച്ചു കാലം വിശ്രമിക്കൂ, ആദ്യം നിന്നെ തന്നെ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞത് സീവു തന്നെയാണെന്ന് അദ്ദേഹം പറയുകയാണ്. കൂടാതെ താൻ പെട്ടെന്ന് അവധിയെടുത്തപ്പോൾ തന്റെ പ്രൊജക്ട് പ്രസന്റേഷൻ പോലും സീവു അവസാന നിമിഷം ഏറ്റെടുത്ത് നടത്തുകയായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. സീവുവിനെ കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറണമെന്ന ഉദ്ദേശത്തോടെ ആരോ തന്നെ ബന്ധപ്പെടുകയും സത്യം പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് യങ് ഹുൻ ആ മെസ്സേജിൽ പറയുന്നുണ്ട്. ഈ പോസ്റ്റ് കണ്ടതോടെ ഓഫീസിലെ പലരുടെയും സീവുവിനെ കുറിച്ചുള്ള ധാരണ പതിയെ മാറാൻ തുടങ്ങുന്നു. അതേസമയം സന്തോഷത്തോടെ ഡ്രിങ്ക്സുകൾ വാങ്ങി ജിയോൺ ഓഫീസിലേക്ക് എത്തുന്നു. ഒന്ന് തനിക്കും മറ്റൊന്ന് സീവുവിനുമാണ്. എന്നാൽ ഓഫീസിലെത്തിയപ്പോൾ സീവു ചോയി സൂജിനുമായി സംസാരിക്കുന്നത് അവൾ കാണുന്നു. അത് കണ്ട് മുഖം വാടുന്ന ജിയോണിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.